സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിൽ വീണ്ടും കേസെടുത്ത് പോലീസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് കേസെടുത്തത്. തിരിച്ചറിയൽ കാർഡ് വ്യാപകമായി തയ്യാറാക്കിയതായും ശക്തമായ നടപടി വേണമെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നു. അതിനിടെ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനും സാധ്യതയുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, നേരത്തെ BJP നേതാക്കളടക്കം നൽകിയ പരാതിയിലായിരുന്നു പോലീസ് ഈ തെരഞ്ഞെടുപ്പ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിൽ പോലീസ് കേസെടുത്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഏത് രീതിയിലുള്ള നടപടികളായിരിക്കും ഉണ്ടാകാൻ പോകുക? കാരണം നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതി ചേർക്കാൻ കഴിഞ്ഞിരുന്നു, അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ കേസിന്റെ അന്വേഷണമൊന്നും പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് എത്തിയില്ല. ഒരുപക്ഷെ അത് പോലീസിന്റെ അന്വേഷണത്തിലൊരു വീഴ്ചയായി തന്നെ കാണണോ ഡാൻ? ടോം, ഈ കേസിനൊരു ഗൗരവ സ്വഭാവം കൈവരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിന്മേൽ ഇപ്പോൾ പോലീസ് കേസെടുക്കുന്ന ഒരു നടപടി ഉണ്ടായത് എന്ന് വേണം പറയാൻ. അതോടൊപ്പം ഈ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം, ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറാനായിട്ട് നിലവിലെ അന്വേഷണ സംഘം ശുപാർശ നൽകിയിരിക്കുകയാണ്. അതായത് ഇത് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേസിൻ്റെ അന്വേഷണം മ്യൂസിയം പോലീസിന് മാത്രമായിട്ട് നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ആ പശ്ചാത്തലത്തിൽ കേസ് അന്വേഷണം കൃത്യമായി നടത്താൻ അത് സംസ്ഥാന വ്യാപകമായി ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന നിലപാടിലാണ് അത്തരമൊരു ശുപാർശ അത് നിലവിലെ അന്വേഷണ സംഘം കൃത്യമായി അറിയിച്ചിരിക്കുന്നതും. എന്തായാലും വലിയ തരത്തിൽ ഒരു ഗൗരവതരമായ കണ്ടെത്തലാണ് ഇതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യത അത് വലിയ തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള വലിയ വെല്ലുവിളിയായി മാറും. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കടുത്ത നടപടികൾ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർക്കെതിരെയും അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇനി ആരുടെയൊക്കെ വിവരങ്ങൾ പുറത്തു വരാനുണ്ടോ, അവർക്കെല്ലാവർക്കുമെതിരെ കടുത്ത നടപടി എടുക്കണമെന്ന ഒരു നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കാൻ ഉള്ള കാരണം അതാണ്. പക്ഷേ പോലീസിന് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച ചില വീഴ്ചകൾ അത് വലിയ തരത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് അടക്കം വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതായത് രാജ്യദ്രോഹ കുറ്റമാണ്, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നൊക്കെ കൃത്യമായി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം വ്യക്തമാക്കിയിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അടക്കം ചേർക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതുകൊണ്ടാണ് ഇവർക്ക് മുൻകൂർ ഈ ജാമ്യം ലഭിക്കുന്ന അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് വലിയ തരത്തിൽ പോലീസിനെതിരായ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം അറസ്റ്റിലായ പ്രതികളെ അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇത് ആർക്കു വേണ്ടിയാണ് തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതെന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ വിവരങ്ങൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അതൊരു പക്ഷേ പോലീസ് ആ രീതിയിലേക്ക് അന്വേഷിക്കാതിരിക്കുന്നതാണോ, അതോ ഈ കേസ് അത് പോലീസിന്റെ അന്വേഷണത്തിലെ ഒരു വീഴ്ചയായി തന്നെ അതിനെ കാണണോ ഡാൻ? കാരണം നേരത്തെ തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലും വലിയ ആരോപണം ഉയർന്നു വന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനത്തിൽ നിന്നാണ് ഈ പ്രതികളെ പിടികൂടിയത്. രാഹുൽ മാങ്കൂട്ടവുമായി വലിയ അടുപ്പമുള്ള യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ടയിലെ നേതാക്കളായിരുന്നു ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലൊക്കെ ആയത്. പക്ഷേ ആ തലത്തിലേക്ക് സംസ്ഥാന നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്താൻ പോലീസിന് കഴിഞ്ഞില്ല. അങ്ങനെ നമുക്ക് പൂർണ്ണമായി അങ്ങ് പറയാൻ കഴിയില്ല ടോം. കാരണം പോലീസിന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എ ഗ്രൂപ്പ് നേതാക്കൾക്ക് വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എ ഗ്രൂപ്പ് നേതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയത് എന്നതിൻ്റെ തെളിവുകളായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിരുന്നത്. അത് കൃത്യമായി അവർ റിമാൻഡ് റിപ്പോർട്ടിലും കോടതിയിൽ സമർപ്പിച്ച മറ്റ് റിപ്പോർട്ടുകളിലൊക്കെ കൃത്യമായി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എ ഗ്രൂപ്പിൻ്റെ ആർക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത് എന്ന വലിയൊരു ചോദ്യം അവിടെ ഉയർന്നു. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ മണിക്കൂറുകളോളം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. അത് തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പോലീസ് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഇത് ഒരു സ്ഥലത്ത് മാത്രം അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ മാത്രം നടന്നിരിക്കുന്ന ഒരു കാര്യമല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവർ പന്തളത്ത് നിന്നുള്ളവരൊക്കെ ആണെങ്കിലും ഇതിന് സംസ്ഥാനത്ത് മുഴുവനായി ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടന്നിട്ടുണ്ട്. കാസർഗോഡ് വെച്ചാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നടക്കമുള്ള കണ്ടെത്തലുകളാണ് നിലവിൽ കേസ് അന്വേഷിച്ച അന്വേഷണ സംഘം
സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ നമുക്കറിയാം നഗരത്തിന് നടുക്കാണ്. വലിയ തരത്തിലുള്ള ഒത്തിരി പ്രമാദമായ കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണമുണ്ട്. അതിനിടയിലാണ് ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തെരുവിലേക്ക് മാറുന്ന, അല്ലെങ്കിൽ തെരുവിൽ അത് വലിയ തരത്തിലുള്ള പ്രതിഷേധമായി ഉയരുന്ന സാഹചര്യം. അവിടെ സുരക്ഷ ഒരുക്കേണ്ട ചുമതലയുണ്ട്. ആ പ്രതിസന്ധികൾക്കൊക്കെ ഇടയിൽ ഈ കേസിന്റെ അന്വേഷണം സുഗമമായി നടത്തിക്കൊണ്ടു പോകാൻ മ്യൂസിയം പോലീസിന് പരിമിതികൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നൊരു ശുപാർശ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ ചില സൂചനകൾ ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിൽ പരാതിയിൽ കഴമ്പുണ്ട്, അല്ലെങ്കിൽ ആരോപണങ്ങൾക്കപ്പുറത്ത് ഇതിൽ കൃത്യമായ വസ്തുതയുണ്ടെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ കടുപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ആ പശ്ചാത്തലത്തിലാണ് ഇത് പരാതി പോലീസിന് കൈമാറുകയും പോലീസ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയത്, അതിന്റെ ഗുണം ആർക്കാണ് ലഭിച്ചത്, ഈ കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം നീളേണ്ടതുണ്ട്. ആ അന്വേഷണം ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും നേതാക്കളിലേക്ക് എത്തുമോ എന്നതാണ് ഇനി ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യം. ഡാൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് പൊതു തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോകുന്നു. ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് അതല്ലെങ്കിൽ ഒരു പക്ഷേ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിന് അതീവ ഗൗരവത്തിൽ തന്നെ ഈ കേസിനെ കാണേണ്ടതില്ല. കാരണം ഒരു രാജ്യദ്രോഹ കുറ്റമായി പോലും ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലും ഈ നിലവിൽ ജാമ്യം കിട്ടിയ നേതാക്കൾക്കെതിരെ ആ രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തി അവരെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള, അതല്ലെങ്കിൽ വീണ്ടും അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് ഉടൻ തന്നെ കടക്കാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിലൊരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ പെട്ടെന്ന് എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷേ സ്വാഭാവികമായി അവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഉപകരണങ്ങൾ ഇതടക്കം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അന്വേഷണം കാസർഗോഡേക്ക് എത്തുന്നത്. കാസർഗോഡ് വെച്ചാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കൃത്യമായ സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അത് അവർ പങ്കുവെക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാസർഗോഡ് വെച്ച വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നതിന് നിർദ്ദേശം നൽകിയത് ആരാണ്, അതിന് അവർക്ക് പണം പ്രതിഫലമായി നൽകിയിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം നീളും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ഗൗരവം ഇങ്ങനെ മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജാമ്യം റദ്ദാക്കിയതിനെതിരെ, അതായത് 5 പേർക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ കൃത്യമായി പോലീസ് കോടതിയിൽ വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ജാമ്യം അവരുടെ റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കും കോടതിയെ സമീപിക്കുക. അവിടെ പുതിയ കണ്ടെത്തലുകൾ എന്താണ്, കേസുമായി ബന്ധപ്പെട്ട ഈ 5 പേർക്കെതിരായ ആക്ഷേപങ്ങളിൽ ബലം പകരുന്ന തെളിവുകൾ അത് കൂടുതലായി അന്വേഷണ സംഘത്തിന് ഈ ദിവസങ്ങൾക്കിടയിൽ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിയുടെ മുമ്പാകെ ഈ കേസ് വരുമ്പോൾ അത് അവർക്ക് പ്രതിഭാഗത്തിന് വലിയ തരത്തിൽ ഒരു തിരിച്ചടിയായി മാറും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന നേതൃത്വത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന തരത്തിലേക്ക് ആരോപണ ശരകൾ നീളുകയും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ആ സംസ്ഥാന നേതൃത്വം ചുമതല ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ ആക്കം കൂടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിലാണ് വീണ്ടും പോലീസ് കേസെടുത്തത്. കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനും സാധ്യതയുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി